അനന്തഭദ്രം. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. എന്താ പാട്ടല്ലേ ചേട്ടാ, ചേട്ടന്റെ ചേട്ടൻ ലെജൻഡറി എം ജി രാധാകൃഷ്ണൻ ചേട്ടന്റെ കമ്പോസിഷൻ. അതിനാ സ്വരം വന്നിട്ട് ലാസ്റ്റിലൊരു നൃത്തം ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടാ, ഞാൻ ഈ പാട്ട് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. ക്ലാസിക്കലുമായിട്ട് യാതൊരു ബന്ധമില്ല, സംഗീതം പഠിക്കാത്തതുകൊണ്ട് ഈ സ്വരസ്ഥാനങ്ങൾ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ സ്വരങ്ങൾ മാത്രം പഠിക്കാതെ തിരുവനന്തപുരം ചുരുൾമുടിയിൽ ബാക്കി മുഴുവൻ പാടി നിർത്തും. ഈ സ്വരങ്ങൾ വരുമ്പോൾ ഞാൻ മിണ്ടാതെ നിൽക്കും, മൈക്കും താത്തി വെച്ച്. അതിന്റെ മ്യൂസിക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എനിക്കതൊരു വലിയ ഗതികേടായിട്ട് ഈയിടെ ഫീൽ ചെയ്തിട്ട് ഞാൻ ഈയിടയ്ക്ക് കുത്തിയിരുന്ന് എന്നാൽ ഇത്രയും വേദികളിൽ പാടിക്കുക, അത് മുഴുവൻ വേസ്റ്റായി. പക്ഷെ എന്നാലും ഇതുകൂടെ പാടിയാലേ ഒരു ഐശ്വര്യമുള്ളൂ. ഞാനത് മുഴുവൻ എഴുതിയെടുത്ത് സരി ഗമ ഗമ സരി ഗമ ഗമ സരി ഗമ ഗമ ധനി ധനി ഗമ ധനി ധനി ഗമ ധനി മദനി സനിസ മദനി സനിസ ധനിസ 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 ഗമ നിസ നിസ ധനി ധനി മദ മദ ഗമ ഗമ രിഗ രിഗ സരി സരി നിസ നിസ സരി സ സ ധനിസ ഗമ. അതൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഒന്ന് പോളിഷ് ചെയ്തിട്ട് അടുത്തൊരു വേദിയിൽ തിരുവനന്തപുരം പാടുമ്പോൾ ഞാൻ ഈ സ്വരങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുന്നു. ചേട്ടനോ കൂടണം. എനിക്ക് ആയിട്ടില്ല, ഞാൻ പഠിച്ചോണ്ടിരിക്കും. അല്ല, നിർത്തി പാടിയാ മതി. സരി ഗമ ഗമ സരി ഗമ ഗമ സരി ഗമ ഗമ ധനി ധനി ഗമ ധനി ധനി ഗമ ധനി മദനി സനി സ മദനി സനി സ മദനി സ ധനി സ ധനി സ ധനി സ ധനി സ ധനി സ ഗമ നിസ നിസ ധനി ധനി മദ മദ ഗമ ഗമ രിഗ രിഗ സരി സരി നി സരി 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 സ സ നീ ധനി സ ഗമ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊന്ന് പോളിഷ് ചെയ്തിട്ട് ഞാൻ പൂർവാധി ശക്തിയായിട്ട് ഈ പാട്ടിന്റെ സ്വരങ്ങളടക്കം പാടുന്നതായിരിക്കും ഒരു വേദിയിൽ. ചേട്ടന്റെ അനുഗ്രഹം. ഇപ്പൊ തന്നെ നന്നായിട്ട് പാടി, പിന്നെ അടിപൊളിയായിരുന്നു. വെരി ഗുഡ്. അപ്പൊ അനന്തഭദ്രം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഈ ഒരു പാട്ട്. ഓ ചേട്ടാ. പിന്നെ രണ്ടാമത്തെ കാര്യം മേക്കപ്പ്, പിന്നെ സന്തോഷ് ശിവൻ, മണിയംപിള്ള രാജു, എല്ലാം കൂടെ ഓർമ്മ വരുമ്പം ആ ലൊക്കേഷൻ എന്താണ്, അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനുള്ളത്? ചേട്ടാ, അതൊരു 8 മാസം 9 മാസം മുമ്പ് ഈ കഥയൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ഇതിന്റെ ചില ദിഗംബരൻ അപ്പൊ ഇതിങ്ങനെ ഡേറ്റ്സ് മാറി 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 പോയി. ഒരു വർഷത്തോളമായി എന്നോട് കഥ പറഞ്ഞ ശേഷം തുടങ്ങിയപ്പോൾ. അപ്പൊ ഞാൻ എൻ്റെ ഇടയ്ക്ക് 6-7 പടം കഴിഞ്ഞു. നമ്മൾ അന്ന് കഥ കേട്ടപ്പോൾ ഈ സാധനം മനസ്സിൽ കയറി, പിന്നെ അത് പോയി. ഞാൻ സത്യത്തിൽ ഉടയോന്റെ സെറ്റിൽ നിന്നാണ്, പൊള്ളാച്ചിയിൽ നിന്നാണ് വടക്കാഞ്ചി അല്ല നമ്മുടെ വരിക്കാശ്ശേരി മനയിലേക്ക് വരുന്നത്. അവിടെ രാവിലെ വർക്ക്, ഉച്ച കഴിഞ്ഞ് ഇവിടെ വെച്ചിരിക്കുക. ഉച്ച കഴിഞ്ഞാണ് എൻ്റെ അനന്തഭദ്രം ഫസ്റ്റ് ഷോട്ട് വെച്ചിരിക്കുന്നത്. അവിടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം. അപ്പൊ ഞാൻ ഈ ഒരു അഗ്ലി ആയിട്ടുള്ള ഒരു പൊട്ടൻ ക്യാരക്ടറാണ് ഉടയോനില്. ഭയങ്കര ദേഹം മുഴുവൻ ചെളിയൊക്കെ ആയിട്ട് നിക്കറ് ഒക്കെ ആയിട്ട് പൊട്ടന. അത് കഴിഞ്ഞിട്ട് നേരെ ഈ അനന്തഭദ്രത്തിൽ വരുന്നത് ഭയങ്കര കോൺട്രാസ്റ്റ് ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പൊ നേരെ വന്ന് ഞാൻ ഈ പൊള്ളാച്ചി ടു വരിക്കാശ്ശേരി മന വരെയുള്ള യാത്രയിൽ ഇത് അന്ന് പറഞ്ഞ കഥ എങ്ങനെ ചെയ്യാം, എങ്ങനെ ജസ്റ്റേഴ്സ് എടുക്കാം, അങ്ങനെ ഇതൊക്കെ കാറിലിരുന്ന് ആലോചിക്കുന്നത്. അങ്ങനെ നേരെ വന്ന് ലൊക്കേഷൻ വന്നപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. പട്ടണം റഷീദ് മേക്കപ്പ് മാൻ അവിടെ ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ റെഡി ആയിക്കോ, എല്ലാവരും വെയിറ്റിംഗ് ആണ്, ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ്, പാട്ടാ എടുക്കുന്നത്. അപ്പോഴേ ഏത് പാട്ട് സീനെ അന്ന് വായിച്ചറിയില്ല, ഏത് പാട്ടുണ്ടോ? ഒരു ചേട്ടനൊരു പാട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ ഒന്ന് കേൾക്കാൻ പറ്റുമോ? കേട്ടപ്പോ തിരനുരയും ചുരുൾമുടി ഇത് കേൾക്കുന്നു. ഞാൻ തരിച്ചങ്ങിരുന്നു, എന്തൊരു ഹെവി സോങ്. അങ്ങനെ ഈ പാട്ടിന്റെ ഷോട്ട് എടുക്കാൻ അവിടെ ക്യാമറയും വെച്ച് സന്തോഷമായിട്ട് അകത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ മേക്കപ്പ് ചെയ്യണം. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ അയ്യോ ദിഗംബരൻ ഡയലോഗ്സ് ഒന്നും അല്ല, പാട്ടെടുക്കാൻ പോകുന്നത് എങ്ങനെ ചെയ്യും? ഇങ്ങനെ മേക്കപ്പ് ഇങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ അത് വെക്കുന്നു, ഇവിടെ കണ്ണിന്റെ അവിടെ വരയ്ക്കുന്നു, കറുപ്പ് ചുവപ്പ്. അത് കഴിഞ്ഞ് കോസ്റ്റ്യൂമർ വന്ന് കുറെ പട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നു. ഞാൻ കണ്ണാടി നോക്കിയിട്ടില്ല അതുവരെ, കാരണം ഞാൻ ഇതിന്റെ ചിന്തയിലാണ്.
ചിന്തയിലാണ്. കാരണം ഇത് എങ്ങനെ ചെയ്യും, ഒരു ഐഡിയയിൽ ഇത് ചേട്ടാ നോർമൽ നമ്മുടെ സൊസൈറ്റി കാണുന്ന ഒരു ക്യാരക്ടർ അല്ല. ഒരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുത്ത സാധനമായതുകൊണ്ട് ഇതിനെ പെർഫോം ചെയ്ത് മാത്രം നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ടെൻഷൻ കാരണം ലൈൻ പിടിക്കാൻ വേണ്ടിട്ട് അയ്യോ അവസാനം ഞാൻ കണ്ണാടി ഒന്ന് നോക്കി. കണ്ണാടി നോക്കിയില്ലോ, കണ്ണാടി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ കണ്ണിന്റെ അവിടെ ഇത് ഭയങ്കര പട്ടണ മാജിക് തന്നെയാണ്. അത് അസാധ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത്. അതാണ് മേക്കപ്പിനൊക്കെ ഉള്ളൊരു പ്രാധാന്യം. കാരണം ഈ സാധനം അങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ക്യാരക്ടറിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇതിനിടയ്ക്ക് 2-3 പ്രാവശ്യം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട്, ചേട്ടാ റെഡി, ഷോട്ട് റെഡി. അപ്പൊ ഞാൻ ഓക്കെ റെഡി എന്ന് പറഞ്ഞ് എണീക്കുന്നു. നേരെ ചെല്ലുന്ന ഫസ്റ്റ് ഷോട്ട് എന്നറിയോ, തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഇതാണ് ആദ്യം എടുക്കുന്ന എന്റെ ഷോട്ട് ആ പടത്തില്. ആ ക്യാരക്ടറിന്റെ സർവ്വ ഇമോഷൻസും നിറച്ചു വെച്ചിരിക്കുന്ന വരികളിലും സംഗീതത്തിലും നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പാട്ടാണത്. ഒരു സീൻ 2-3 സീനൊക്കെ എടുത്തതിനു ശേഷം ഇത്തരം പാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും അതെങ്ങനെ ചെയ്യണമെന്ന്. ഇത് ഒരു ഐഡിയ ഇല്ല, പാട്ടിലേക്ക് ആദ്യം കയറുന്ന ഇതാണ്. അത് ഗംഭീരമായി. കാരണം വേറൊന്നുമല്ല, ആ കറക്റ്റ് ട്രാക്കിൽ തന്നെ വന്ന് വീണു. ഈ അനന്തഭദ്രം എന്ന സിനിമയില് എന്തെങ്കിലും രസകരമായിട്ടുള്ള അനുഭവങ്ങൾ കലാഭവൻ മണിയായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതിലുള്ള മറ്റ് ക്യാരക്ടേഴ്സുമായിട്ടോ മനസ്സിൽ ഓർത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ വെളിയിൽ അതിൻ്റെ ഒരു പേടിയൊന്നും കാണിച്ചില്ലെങ്കിൽ, ക്യാരക്ടർ കാണിച്ചില്ലെങ്കിലും സെറ്റിൽ ഓരോ ഷോട്ട് കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ സന്തോഷേട്ടന് ഈ ലൈറ്റപ്പിന് നമ്മൾ മറ്റുള്ള ക്യാമറാമാരിൽ സമയം കൊടുക്കില്ല. നമ്മളൊരു ഷോട്ട് ഹെവി ഷോട്ടൊക്കെ ആയിരിക്കും, അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് ഇരുന്നോ, അടുത്ത ലൈറ്റപ്പ് ചെയ്യണം. ആഹാ ഒന്ന് പോയി ഇങ്ങനെ ചേട്ടാ ഷോട്ട് റെഡിയാ, ഇരിക്കുന്ന ലൈനുമ്പ് ഷോട്ട് റെഡി. അതാണ് സന്തോഷന്റെ സ്പീഡ്. ആ സ്പീഡിലാണ് ഇത്രയും ഭീകരമായ ക്വാളിറ്റിയും കൊടുക്കുന്നത്, ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കാൻ പോലും സമയം തരാതാണ് സന്തോഷേട്ടൻ ആ പടം ചെയ്ത് തീർത്തത്. പിന്നെ രസകരമായ ഒരുപാട് നമ്മള് ഈ രാജു ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു. എന്റെ പോലെ അതെങ്ങനെ കുഞ്ഞു സാധനങ്ങളാണ്, അങ്ങനെ പെട്ടെന്നൊരു സാധനം പറയാനില്ല. ഫുൾ ടൈം രസമായിരുന്നു. ഒരു സൈഡിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയും, ഈ ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ ഈ തമാശക്കൊന്നും പോകാൻ പാടില്ല. വേറൊരു ആക്ടർ ആണെങ്കിൽ എവിടെയെങ്കിലും ബുക്കൊക്കെ വായിച്ച് സീരിയസ് ആയിട്ട് ആ ക്യാരക്ടർ വിടാതെ, അങ്ങനെയുണ്ട് ചില ആക്ടേഴ്സ് ഉണ്ട് ഭയങ്കര ക്യാരക്ടറുടെ ബുക്ക് വായിക്കും, തമാശക്കൊന്നും പോകില്ല. നമ്മളിവിടെ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ കൂതറ തമാശകളും പാട്ടും ബഹളങ്ങളായിട്ട് ഇരുന്നിട്ടാണ് ഇത് പോയി ചെയ്യുന്നത്. അതെ, ഞങ്ങളുടെ ഒരു ടീമാണ് മണിയമ്പിള്ള രാജു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു ഗ്രൂപ്പാണ്. സന്തോഷ് ശിവൻ എൻ്റെ റിലേറ്റീവ് ആണ്. അപ്പം ഞാൻ എല്ലാം കൂടെ വെച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു സദസ്സുണ്ടല്ലോ, ആ സദസ്സിൽ കൂടാറുണ്ടോ? ഇല്ല, അന്ന് ഞാൻ ചെറിയ സ്മോളൊക്കെ കഴിക്കുന്ന സമയമായിരുന്നു, അന്ന് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഇല്ല ചേട്ടാ. ആ പടമാണ് എൻ്റെ ലാസ്റ്റ് അനന്തഭദ്രം. ഒരു സ്മോൾ അടിച്ച് പിരിഞ്ഞ് അവസാനത്തെ പടം അതാണ്. അനന്തഭദ്രവും രാജമാണിക്യവും ആ സമയത്ത് പോലെ എൻ്റെ മദ്യപാനം എല്ലാം നിർത്തി. എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത് പെട്ടെന്ന്? അത് പ്രത്യേകിച്ച് മനോജ് എന്ന് പറഞ്ഞ ഒരു ഭീകര മദ്യപാനി ഒന്നുമല്ല. ഞാനൊരു 2 അത്ര കഴിക്കുമായിരുന്നു. അപ്പൊ ഞാനത് ഒരു ബാറിലും, ഒരു കേരളത്തിലെ ഒരു ബാറിലും ഞാൻ പോകാറില്ല. അങ്ങനെ ഒരു പൊതു ഞാൻ എന്റെ സ്ഥലത്തിരുന്ന് ചെറിയൊരു കോണിയാക്കം മേടിച്ച് മിസ്റ്റർ ബൾട്ടറിന് ഒരു സോഡ മേക്കറൊക്കെ വെച്ച് സോഡ ഒക്കെ കഴിച്ച് ഞാൻ തന്നെ ടി വി കണ്ടിരുന്നു. ഞാൻ മാത്രം അങ്ങനെ എത്രയോ വർഷമായി. എത്ര വർഷം? അതൊരു സുപ്രാതി മോളൊക്കെ വളർന്നു വന്നപ്പോഴത്തേക്കും അങ്ങനെ നിർത്തിയ. മോളൊരു 1-2 ആയപ്പോഴത്തേക്കും ഞാൻ വേണ്ട, തെറ്റിലും പോയാലും കഴിക്കുന്നില്ല. അങ്ങനെ 16 വർഷമായി ചേട്ടാ. 16 വർഷം. ഒരു ബിയർ പോലും, ഒരു വൈൻ, ഒരു ബിയർ, ഒരു കള്ള്, ഷാമ്പയിൻ പോലും പുകവലി ഒന്നുമില്ല. നോ പുകവലി, നോ കള്ളുടി.